ഹായ്. പിന്നെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളും അടുത്ത ബന്ധുക്കളും നമ്മുടെ അകന്ന സുഹൃത്തുക്കളും അകന്ന ബന്ധുക്കളും ആവും. അതുപോലെ തന്നെ നമ്മുടെ അകന്ന ബന്ധുക്കളും അകന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകും. അവരൊക്കെ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സും ക്ലോസ് ബന്ധുക്കളൊക്കെ ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ലൈഫിൽ. അത് എപ്പോഴാണെന്ന് അറിയുന്നത് നിങ്ങൾക്ക്, നമ്മൾ വിജയിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മൾ സക്സസ് ആയി നിൽക്കുന്ന സമയത്താണ്. ആ സമയത്ത് നമ്മുടെ അകന്ന ബന്ധുക്കളൊക്കെ എന്നെ ആളെ അറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും അത് നമ്മൾ അടുത്ത ആളാണ് അല്ലെങ്കിൽ അടുത്ത സുഹൃത്താണ് എന്നൊക്കെ പറയും. അതേസമയം നമ്മൾ എന്താ പറയുക, തളർന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ നമ്മൾ എവിടെ എത്തിയില്ല, നമ്മൾ എത്താത്ത ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു സമയം, അതല്ലെങ്കിൽ തോൽവിയായിരിക്കുന്ന ഒരു സമയത്താണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത സുഹൃത്തുക്കളും അടുത്ത ബന്ധുക്കളൊക്കെ പറയുന്നൊരു വാക്കെന്താ അറിയും, ഇന്നാളറിയോ അതല്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയും അത് നമ്മളൊരു അകന്ന ഒരു സുഹൃത്താണ്, അതല്ലെങ്കിൽ അകന്ന ഒരു ബന്ധുവാണെന്നൊക്കെ പറയും. അപ്പോൾ ഇത് നമ്മുടെ ലൈഫിലൊക്കെ സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. നമ്മൾ അകന്ന ബന്ധുക്കൾ നമ്മൾ അകന്ന ബന്ധുക്കളും അകന്ന സുഹൃത്തുക്കളൊക്കെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളും അടുത്ത ബന്ധുക്കളും പോകും. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളും അടുത്ത ബന്ധുക്കളൊക്കെ നമ്മുടെ അകന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും പോകും. അപ്പോൾ നമ്മുടെ ലൈഫിൻ്റെ ഇതിനനുസരിച്ചിട്ടിരിക്കും ആ ഒരു സംഭവം. ഓക്കെ, നിങ്ങളെ അനുഭവം ഒന്ന് ഷെയർ ചെയ്യട്ടോ. ഓക്കെ.